അന്യഭാഷയിൽ ഗ്ലാമർ റോൾ ചെയ്ത നായികമാര് ഇവിടെ വന്ന് സാധാരണ റോളുകൾ ചെയ്തതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ സംസാരിച്ചു. ഞാൻ ഓർക്കുന്നു. ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. അതായത് അന്യഭാഷകളിൽ വമ്പൻ ഗ്ലാമർ റോൾ ചെയ്തു, പക്ഷേ ഇവിടെ വരുമ്പോൾ ശാലീന സുന്ദരിയായ റോളുകൾ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത നടിമാരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ ഫാക്ട്സ് മലയാളം. സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യത്തെ ആളാണ് കായഡു ലോഹർ. തമിഴിൽ റിലീസായ ഡ്രാഗൺ എന്ന സിനിമയിലൂടെ തമിഴ്നാട്ടിലും കേരളത്തിലും വലിയൊരു ഫാൻ ബേസ് നേടിയ നായികയാണ് കായഡു ലോഹർ. എന്നാൽ അന്യഭാഷകളിലെല്ലാം ഗ്ലാമറസ് റോളുകൾ ചെയ്തിട്ടുള്ള കായഡു മലയാളത്തിൽ ചെയ്ത സിനിമ 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയായിരുന്നു. ഈ സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രമായിരുന്നു കായഡു അവതരിപ്പിച്ചത്. കായഡുവിന്റെ ആദ്യ സിനിമയായ അല്ലൂരി എന്നൊരു സിനിമയിൽ അതീവ ഗ്ലാമറസ് ആയും ഇതുകൂടാതെ ഇന്റിമേറ്റ് സീനുകളും കായഡു ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തമിഴിൽ ചെയ്ത സിനിമകളും തെലുങ്കിൽ ചെയ്ത സിനിമകളും ഇതുകൂടാതെ കായഡുവിന്റെ ഒരുപാട് ഫോട്ടോഷൂട്ടുകളിലെല്ലാം വളരെ ഗ്ലാമറസ് ആയി കായഡു പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഓപ്പോസിറ്റായി മലയാളത്തിലേക്ക് വന്നപ്പോൾ വളരെ ശക്തിയുള്ളൊരു കഥാപാത്രത്തെയാണ് 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ കായഡു അവതരിപ്പിച്ചത്. ഇതുകൂടാതെ ഒരു ജാതി ജാതകം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലും കായഡു ഒരു കാമിയോ റോളിൽ വരുന്നുണ്ട്. ആ ചിത്രത്തിലും അതീവ ഗ്ലാമറസ് ആയ ഒരു കഥാപാത്രത്തെ അല്ല കായഡു അവതരിപ്പിച്ചത്. അങ്ങനെ അന്യഭാഷകളിൽ ഗ്ലാമർ റോളുകൾ ചെയ്യുന്ന അതേ സമയത്ത് നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഗ്ലാമറസ് റോളുകൾക്ക് പകരം കഥാപാത്രത്തിന് യോജിച്ച വളരെ ശക്തമായ 2 കഥാപാത്രങ്ങളാണ് കായഡു ചെയ്തത്. അടുത്ത ആളാണ് കാത്രീൻ ട്രേസ. തമിഴ് സിനിമകളിലൂടെ വളരെ ഫെയിമായ ഒരു തമിഴ് നടിയാണ് കാതറിൻ. ഒരുപക്ഷെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച പേരുള്ളൊരു നായിക എന്നും കൂടി തന്നെ ഒരിടയ്ക്ക് പറച്ചിലുണ്ടായിരുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പേരുള്ള ഈ കാതറിന്റെ തുടക്കം മലയാള സിനിമയിൽ നിന്നായിരുന്നു. എന്നാൽ അന്യഭാഷകളിലൂടെയാണ് കാതറിൻ ഒരുപാട് ഫേമസ് ആയത്. കാർത്തിക്കൊപ്പം ഉണ്ടായിരുന്ന മദ്രാസ് എന്ന സിനിമയിലൂടെയൊക്കെ കാതറിന്റെ റേഞ്ച് തന്നെ മാറി. തെലുങ്കിൽ ബെല്ലം കൊണ്ട നായകനായ എ ഫോർ ആപ്പിൾ എന്ന സോങ്ങിലൊക്കെ വളരെ ഗ്ലാമറസ് ആയ രീതിയിൽ ഐറ്റം സോങ്ങുകളും ഇതേപോലെ കാതറിൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇനി കാതറിന്റെ വരാനിരിക്കുന്ന ഗ്യാങ്ങേഴ്സ് എന്ന സുന്ദർ സിയുടെ സിനിമയിലും അതീവ ഗ്ലാമറസ് ആയി നമുക്ക് കാതറിനെ കാണാൻ സാധിക്കും. സിനിമയുടെ ഒരു മെയിൻ പ്രൊമോഷൻ സ്ട്രാറ്റജി പോലും ഇതേപോലുള്ള കാതറിന്റെ ഒരു ഡാൻസ് തന്നെയാണ്. ഈയിടെ റിലീസായ ആ സോങ്ങിന് തന്നെ വളരെ വലിയ റെസ്പോൺസ് ഉണ്ടായിരുന്നു. എന്നാൽ കാതറിൻ അഭിനയിച്ച മലയാള സിനിമയായിരുന്നു ത്രില്ലർ. ത്രില്ലർ സിനിമയിൽ പൃഥ്വിരാജിന്റെ നായികയായി വന്ന കാതറിൻ എന്നാൽ ഗ്ലാമർ റോളേ അല്ല സിനിമയിലുടനീളം പ്രസന്റ് ചെയ്തത്. സാധാരണ മലയാള സിനിമയിൽ ഉണ്ടാവാറുള്ള ഒരു നായിക കഥാപാത്രം. ചെറിയ രീതിയിലുള്ള റൊമാൻറ്റിക് സോങ്ങുകൾ മാത്രമായിരുന്നു ആ സിനിമയിൽ കാതറിൻ അവതരിപ്പിച്ചത്. എന്നാൽ ഇതേപോലുള്ള ഗ്ലാമറസ് റോളുകളോ ഐറ്റം സോങ്ങുകളോ ഒന്നും തന്നെ കാതറിൻ ചെയ്തിട്ടില്ല. പിന്നീട് തമിഴിലും തെലുങ്ക് ഇൻഡസ്ട്രിയിലും എല്ലാം വളരെ ഫെയിമായ കാതറിൻ പിന്നീട് മലയാള സിനിമയിലേക്ക് വന്നിട്ടുമില്ല. എന്തായാലും അന്യഭാഷകളിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന നായികമാർ മലയാളത്തിലേക്ക് വരുമ്പോൾ സാധാരണ വേഷങ്ങൾ ചെയ്യുന്നതിൽ കാതറിനും ഒരു ഉദാഹരണമാണ്. അടുത്തയാളാണ് ചാർമി. തെലുങ്ക് ഇൻഡസ്ട്രിയിലും തമിഴ് ഇൻഡസ്ട്രിയിലും എല്ലാം വലിയ രീതിയിൽ ഓളമുണ്ടാക്കിയ ഒരു സൗത്ത് ഇന്ത്യൻ നടിയായിരുന്നു ചാർമി. ചാർമി ഒരു കാലത്ത് യൂത്ത് ഓഡിയൻസിൻ്റെ ഇടയിൽ വളരെ ട്രെൻഡ് സെറ്ററായ ഒരു നായിക കൂടിയായിരുന്നു എന്നുകൂടി പറയാം. ഗ്ലാമർ റോളുകളും ഐറ്റം സോങ്ങുകളും റൊമാൻറ്റിക് സീനുകളും എല്ലാം ചെയ്യാൻ യാതൊരു മടിയുമില്ലാതിരുന്ന ചാർമി ഒരു കാലത്തെ വലിയ ട്രെൻഡായിരുന്നു. എന്തായാലും ചാർമി അന്യഭാഷകളിൽ ഇതേപോലുള്ള ഗ്ലാമർ സിനിമകൾ ചെയ്യുമ്പോഴും മലയാളത്തിലേക്ക് വന്നപ്പോൾ ചെയ്തത് വളരെ ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു. തെലുങ്കിൽ റിലീസായ ലാടം എന്നൊരു സിനിമയിലെ സോങ്ങിലൊക്കെയുള്ള ചാർമി വളരെ മികച്ച രീതിയിൽ റൊമാൻറ്റിക് സീനുകളും ഇൻറ്റിമേറ്റ് സീനുകളും എല്ലാം ചെയ്തു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ചാർമി നിരവധി തവണ ഇതേപോലുള്ള ഇൻറ്റിമേറ്റ് സീനുകളെല്ലാം ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ തന്നെ റിലീസായ ജ്യോതിലക്ഷ്മി എന്നൊരു സിനിമയിലെ ഒരു സോങ്ങിൽ അതീവ ഗ്ലാമറസ് ആയി ഇതേപോലെ തന്നെ നമുക്ക് ചാർമിയെ കാണാൻ സാധിക്കും. എന്നാൽ ചാർമി മലയാളത്തിൽ ചെയ്ത മിക്ക സിനിമകളും ഇതേപോലുള്ള സിനിമകളല്ല. മലയാളത്തിൽ ചാർമി ചെയ്ത ആഗതൻ എന്ന സിനിമയിലൊക്കെ വളരെ ക്യൂട്ടായ രീതിയിലാണ് സംവിധായകർ ചാർമിയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ കാട്ടുചെമ്പകം, താപ്പാനം പോലുള്ള മലയാള സിനിമകളിലും വളരെ ശക്തമായ കഥാപാത്രത്തെയാണ് ചാർമി അവതരിപ്പിച്ചിരിക്കുന്നത്. ഓവർ ഗ്ലാമറസ് ആയോ ഇൻറ്റിമേറ്റ് സീനുകളോ ഒന്നും തന്നെ ആ സിനിമകളിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അതായത് തെലുങ്ക് ഇൻഡസ്ട്രിയിലൊക്കെ അത്രത്തോളം ഗ്ലാമർ റോളുകൾ ചെയ്യുന്ന നായികമാർ ഇവിടെ വരുമ്പോൾ ചെയ്യുന്നത് ഇതേപോലുള്ള സാധാരണ വേഷങ്ങളായിരിക്കും എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ചാർമി. അടുത്തയാളാണ് ശ്രദ്ധ ശ്രീനാഥ്.
ശ്രദ്ധാ ശ്രീനാഥ് അധികം മലയാള സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ശ്രദ്ധാ ശ്രീനാഥ് എന്ന സൗത്ത് ഇന്ത്യൻ നടിയുടെ സിനിമാ കരിയറിന്റെ തുടക്കം മലയാള സിനിമയിലൂടെയായിരുന്നു. മലയാളത്തിൽ റിലീസായ കൊഹിനൂർ എന്ന സിനിമയിലൂടെയായിരുന്നു ശ്രദ്ധ ആദ്യമായി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. എന്നാൽ തെലുങ്കിൽ റിലീസായ ജേഴ്സി എന്ന സിനിമയിലൊക്കെ വളരെ വലിയ രീതിയിൽ ഇന്റിമേറ്റ് സീനുകൾ ശ്രദ്ധ അഭിനയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിക്രം വേദ എന്ന സിനിമയിലും പിന്നീട് പല പല തെലുങ്ക് സിനിമകളിലും ഇതേപോലുള്ള ഓവർ റൊമാന്റിക് റോളുകളും ഓവർ ഇന്റിമേറ്റ് സീനുകളും ലിപ് ലോക്ക് സീനുകളും എല്ലാം ശ്രദ്ധ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് മലയാള സിനിമയിലേക്ക് വന്ന ശ്രദ്ധ ഇതേപോലുള്ള റോളുകൾ അവതരിപ്പിച്ചിട്ടില്ല. ഈ അടുത്ത് റിലീസായ മോഹൻലാലിന്റെ ആറാട്ട് എന്ന സിനിമയിലും ശ്രദ്ധ ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. എന്നാൽ ഇതുപോലുള്ള ഓവർ ഇന്റിമേറ്റ് സീനുകൾ നിറഞ്ഞ റൊമാന്റിക് സോങ്ങുകളോ ഒന്നും തന്നെ ആ കഥാപാത്രങ്ങളിലൊന്നും കാണാൻ സാധിച്ചില്ല. എന്തായാലും ശ്രദ്ധ ഇങ്ങനെ വലിയൊരു സൗത്ത് ഇന്ത്യൻ നടി ആയിട്ട് പോലും ഇതേപോലെയുള്ള ഇന്റിമേറ്റ് സീനുകൾ അടങ്ങിയ കഥാപാത്രങ്ങളല്ല മലയാളത്തിൽ ചെയ്തത്. അടുത്തയാളാണ് സോനു ഗൗഡ. ഒരുപക്ഷെ ഈ ഒരു പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫോട്ടോകൾ കാണുമ്പോഴോ നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാൻ വഴിയില്ല. എന്നാൽ ബെസ്റ്റ് ആക്ടർ എന്ന മമ്മൂക്ക സിനിമയിലെ നായികയായിട്ട് വന്ന ആ നടിയാണ് സോനു ഗൗഡ. ഈ സോനു ഗൗഡ അതേ സമയം തന്നെ അന്യഭാഷകളിൽ വൻ ഗ്ലാമറസ് റോളുകൾ ചെയ്യുന്ന ഒരു നായികയായിരുന്നു. 'ഗുൾട്ടു' എന്നൊരു കന്നഡ സിനിമയിൽ അതീവ ഗ്ലാമറസ് ആയ വളരെ റൊമാന്റിക് സീനുകളും ഇന്റിമേറ്റ് സീനുകളും എല്ലാം ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സിനിമകളിൽ ഇതേ സോനു ഗൗഡ അഭിനയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അതേ സമയത്ത് തന്നെ പല പല തെലുങ്ക് സിനിമകളിലെല്ലാം സോനു ഗൗഡയെ നമുക്ക് വളരെ റൊമാന്റിക് ആയ രീതിയിലും വളരെ വലിയ ഇന്റിമേറ്റ് സീനുകൾ ചെയ്യുന്ന രീതിയിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അങ്ങനെയുള്ള റോളുകളെ അല്ല മലയാളത്തിൽ സോനു ഗൗഡ ചെയ്തത്. ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ ഒരു സാധാരണ കഥാപാത്രമായാണ് സോനു ഗൗഡ അഭിനയിച്ചത് പോലും. അതായത് നമ്മളൊക്കെ നാട്ടിൻപുറത്ത് കാണുന്നത് പോലെയുള്ള ഒരു നായികയായിട്ടാണ് സോനു ഗൗഡ ആ സിനിമയിൽ വന്നിരുന്നത് പോലും. അടുത്തയാളാണ് ആൻഡ്രിയ. ആൻഡ്രിയയെ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. കാരണം 'അന്നയും റസൂലും' എന്നൊരൊറ്റ സിനിമയിലൂടെ തന്നെ നമ്മൾ എല്ലാ കാലവും ആൻഡ്രിയയെ ഓർത്തിരിക്കും. കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ്. എന്നാൽ ഇതേ ആൻഡ്രിയ അതേ സമയത്ത് അന്യഭാഷകളിൽ ഒരുപാട് ഗ്ലാമർ റോളുകൾ ചെയ്തിട്ടുണ്ട്. 'ഉത്തമ വില്ലൻ' എന്ന കമലഹാസൻ സിനിമയിൽ കമലഹാസനോടൊപ്പം ലിപ് ലോക്ക് സീനിൽ പോലും ഇതേ ആൻഡ്രിയ അഭിനയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 'അവൾ' എന്ന ഒരു സിനിമയിൽ സിദ്ധാർത്ഥിനൊപ്പം വളരെ ഗ്ലാമറസ് ആയ രീതിയിൽ ഇന്റിമേറ്റ് സീനുകൾ ഇതേ ആൻഡ്രിയ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആൻഡ്രിയ മലയാളത്തിൽ ചെയ്ത 'അന്നയും റസൂലും' എന്ന സിനിമ ഇങ്ങനെയുള്ള ഒരു സിനിമയേ ആയിരുന്നില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു റൊമാന്റിക് സിനിമയായിട്ട് പോലും ആ സിനിമയിൽ ഇത്തരം സീനുകളൊന്നും അധികം ആഡ് ചെയ്തിരുന്നില്ല. എന്തായാലും അങ്ങനെയുള്ള ആൻഡ്രിയ അന്യഭാഷകളിൽ അതേ സമയം ചെയ്തത് ഇതേപോലുള്ള റൊമാന്റിക് സീനുകളായിരുന്നു. അടുത്തയാളാണ് ഹുമ ഖുറേഷി. ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം വളരെ ട്രെൻഡായ ഒരു നായികയായിരുന്നു ഹുമ ഖുറേഷി. 'കാല' എന്ന സിനിമയിൽ രജനികാന്തിന്റെയും 'വലിമ' എന്ന സിനിമയിൽ അജിത്തിന്റെയും പെയറായി വന്ന നായികയായിരുന്നു ഹുമ ഖുറേഷി. ഈ ഹുമ ഖുറേഷി നിരവധി റൊമാന്റിക് സീനുകളിലും ഇന്റിമേറ്റ് സീനുകളിലും എല്ലാം ഹിന്ദിയിലും തെലുങ്കിലും എല്ലാം അഭിനയിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഈ ഹുമ ഖുറേഷി മലയാളത്തിൽ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു 'വൈറ്റ്'. എന്നാൽ ഈ 'വൈറ്റ്' എന്ന സിനിമയിൽ ഇത്തരം റോളുകളെ അല്ല ഹുമ ഖുറേഷി ചെയ്തത്. അതൊരു സാധാരണ ഹോളിവുഡ് ടച്ചിലൊക്കെ കാണാറുള്ളത് പോലുള്ള മേക്കിങ്ങാണ് സിനിമയിലുള്ളത്. എന്നിട്ട് പോലും ഇത്തരം സീനുകളൊന്നും തന്നെ ഹുമ ഖുറേഷി ആ ചിത്രത്തിൽ അഭിനയിച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു സമയത്ത് ഹിന്ദി ഇൻഡസ്ട്രിയിലൊക്കെ വലിയ തരംഗമായിരുന്ന ഹുമ ആ സമയത്ത് എന്തുകൊണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ടും ഇത്തരം റോളുകൾ ചെയ്തില്ല? എന്തായാലും അന്യഭാഷയിൽ അതേ സമയം കത്തി നിന്നിരുന്ന കാലത്ത് ഹുമ ചെയ്തത് ഇതേപോലുള്ള സാധാരണ വേഷമായിരുന്നു മലയാളത്തിൽ. അടുത്തയാളാണ് അഞ്ജല സരേവി. ഒരുപക്ഷെ ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആളെ മനസ്സിലാവാൻ സാധ്യതയില്ലായിരിക്കും. അഞ്ജല സരേവി ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. 'ദുബായ്' എന്ന മമ്മൂക്ക ചിത്രത്തിലെ നായിക. 'ദുബായ്' എന്ന മമ്മൂക്ക ചിത്രം അന്ന് വളരെ ഹൈപ്പിൽ വന്നൊരു സിനിമയായിരുന്നു. ഈ സിനിമയിൽ മമ്മൂക്കയുടെ നായികയായി വന്ന അഞ്ജല സരേവി ആ സിനിമയിൽ അത്ര വലിയ ഗ്ലാമറസ് റോളല്ല ചെയ്തത്. എന്നാൽ അതേ സമയത്ത് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വെങ്കിടേഷിനൊപ്പവും ചിരഞ്ജീവിക്കൊപ്പവുമൊക്കെ വലിയ ഗ്ലാമർ റോളുകളും ഇന്റിമേറ്റ് സീനുകളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന കാലത്തായിരുന്നു അഞ്ജല സരേവി ആ സമയത്ത് മലയാളത്തിൽ വന്ന് മമ്മൂക്കയ്ക്കൊപ്പം ഒരു സാധാരണ നായികാവേഷം ചെയ്തു പോയത്. മലയാളം ഇൻഡസ്ട്രി ഇങ്ങനെയുള്ള ഐറ്റം സോങ്ങുകൾ പോലെയുള്ള സോങ്ങുകളൊന്നും പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു സോങ് പോലും ആ ചിത്രത്തിലില്ലായിരുന്നു. അടുത്തയാളാണ് ശോഭിത ധുലിപാല. 'കുറുപ്പ്' എന്ന സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാന്റെ നായികയായി വന്നയാളായിരുന്നു ഇതേ ശോഭിത.
എന്നാൽ ശോഭിത അതേ സമയം തന്നെ അന്യഭാഷകളിൽ വലിയ വലിയ ഗ്ലാമറസ് റോളുകളും ഇന്റിമേറ്റ് സീനുകളും എല്ലാം ചെയ്യുന്ന കാലത്തായിരുന്നു മലയാള സിനിമയിൽ ഇങ്ങനെയൊരു സിനിമ ചെയ്തത്. അതായത് അന്യഭാഷകളിൽ വളരെ ട്രെൻഡ് സെറ്ററായി നിന്ന് ഒരുപാട് റൊമാൻറ്റിക് സിനിമകൾ ശോഭിത അതേ സമയം ചെയ്തിരുന്നു. ആ കാലത്ത് മലയാള സിനിമയിൽ വന്ന് ഇത്തരം ഒരു കഥാപാത്രം ശോഭിത ചെയ്തത് ശരിക്കും അത്ഭുതമായി തന്നെ തോന്നിയേക്കാം. കാരണം അതേ സമയത്തുള്ള ശോഭിതയുടെ ഫിലിമോഗ്രാഫി പരിശോധിച്ചാൽ വലിയ വലിയ റൊമാൻറ്റിക് സീനുകൾ ശോഭിത ചെയ്തിരുന്നു. അടുത്തയാളാണ് കമാലിനി മുഖർജി. പുലിമുരുകൻ എന്ന സിനിമയിലെ മൈനയായി വന്നതായിരിക്കും നമ്മൾക്ക് കൂടുതൽ പേർക്കും കമാലിനി മുഖർജിയെ അറിയാവുന്നത്. എന്നാൽ അതേ സമയം തന്നെ അന്യഭാഷകളിൽ കമാലിനി മുഖർജി നിരവധി ഗ്ലാമർ റോളുകളും ഗ്ലാമർ സീനുകളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അതായത് കമാലിനി മുഖർജി ഒരു വലിയ തരംഗം പോലെ തന്നെ അന്യഭാഷകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേട്ടയാട് വിളയാട് എന്ന സിനിമയിൽ കമൽഹാസന്റെ പേരായിട്ട് വരെ ഇതേ കമാലിനിയെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും അന്യഭാഷകളിൽ ഇതേപോലെയുള്ള ഗ്ലാമർ റോളുകൾ ചെയ്യുന്ന കാലത്താണ് കമാലിനി ഇതേപോലുള്ള സാധാരണ വേഷം മലയാളത്തിൽ ചെയ്തത്. അന്യഭാഷ സിനിമകളിൽ ഗ്ലാമർ റോൾ ചെയ്തിട്ട് മലയാളത്തിലേക്ക് ശാരീരസുന്ദരി റോളുകൾ ചെയ്ത അന്യഭാഷ നടിമാരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഇതുവരെയും ബൈ.